പയ്യന്നൂർ നഗരസഭയുടെ പുതിയ ചെയർമാനായി അഡ്വക്കേറ്റ് സരിൻ ശശി ചുമതലയേറ്റു. പയ്യന്നൂരിനെ കുറിച്ചുള്ള തന്റെ വികസന കാഴ്ചപ്പാടുകളും ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ നിരീക്ഷണവും CPM-ലെ അഡ്വക്കേറ്റ് സരിൻ ശശി നമ്മളുമായി പങ്കുവച്ചു. കാണാം. വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിലാണ് പയ്യന്നൂർ മുനിസിപ്പാലിറ്റി പയ്യന്നൂരിൻ്റെ രാഷ്ട്രീയം എന്താണോ അതിനോട് ചേർന്ന് നിന്നൊരു ഇലക്ഷൻ വെർഡിക്റ്റായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. 36 സീറ്റിൽ വലിയ വോട്ടിൻ്റെ വിജയമാണ് പയ്യന്നൂരിൽ LDF-നും CPM-നും പ്രത്യേകമായിട്ട് ലഭിച്ചിട്ടുള്ളത്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി നമ്മളെല്ലാം വലിയ നിലയിൽ ചർച്ച ചെയ്യുന്നൊരു സ്ഥാപനം തന്നെയാണ്. പയ്യന്നൂരിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പയ്യന്നൂർ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ചരിത്രം ഉൾപ്പെടെ ഉൾക്കൊള്ളുന്നൊരു ഭൂമിയാണ് പയ്യന്നൂരിൻ്റെ ഭൂമി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഉത്തര മലബാറിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിളിക്കുന്ന പയ്യന്നൂരായിട്ട് ചില പ്രത്യേകതകളുണ്ട്. കേരളത്തിലെ ഓരോ പ്രദേശത്തും ജനങ്ങൾക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട പല പ്രത്യേകതകളുണ്ടെങ്കിൽ അതോടൊപ്പം ചേർത്ത് വെക്കാൻ സാധിക്കുന്ന ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു പ്രദേശമാണ് പയ്യന്നൂർ. പ്രത്യേകിച്ച് അത് കലാ സാംസ്കാരിക രംഗം എന്ന് പറയുന്നത് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. രാഷ്ട്രീയം ഏത് രാഷ്ട്രീയമായാലും അതിനോടെല്ലാം 100% കമ്മിറ്റ്മെൻറ്റോട് കൂടി പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ജീവിക്കുന്ന പ്രദേശം തന്നെയാണ്. പൊതുവിൽ മനുഷ്യർക്ക് ഏറ്റവും നന്നായി വസിക്കാനും കാര്യങ്ങൾ നിർവഹിക്കാനും സാധിക്കുന്ന ഒരു പട്ടണം എന്ന നിലയിൽ പയ്യന്നൂർ മാറിയിട്ടുണ്ട്. ആ മാറിയ പയ്യന്നൂരിനെ പുതിയ കാലത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉൾപ്പെടുന്ന മുനിസിപ്പൽ കൗൺസിൽ 46 ഉൾപ്പെടുന്ന മുനിസിപ്പൽ കൗൺസിലിനെ ഈ നാട് ഏൽപ്പിച്ചിട്ടുള്ളത്. നിശ്ചയമായിട്ടും ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ ഉള്ള പരമാവധി ശ്രമം ഈ കൗൺസിലിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. പ്രവർത്തനങ്ങൾക്ക് ടൈം ടേബിൾ നിശ്ചയിച്ചുകൊണ്ട് ഫോളോ അപ്പ് നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ നഗര വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരേണ്ട പയ്യന്നൂരിൻ്റെ പുതിയ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള ഒരു ഇടപെടൽ നിശ്ചയമായും ഈ കൗൺസിലിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അതിന് എല്ലാ മാധ്യമപ്രവർത്തകരുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. വിമർശന ബുദ്ധി മാത്രമല്ല, ഒരു നാടിനെ മുന്നോട്ട് നയിക്കുന്നതിൽ നിർദ്ദേശങ്ങൾക്കും പ്രധാന പങ്കാളിത്തമുണ്ട്. അപ്പോൾ ഇതിലൂടെ എന്നെ കേൾക്കുന്ന ആളുകളുണ്ട്. എല്ലാ ആളുകൾക്കും നമ്മുടെ നാട് എങ്ങനെയാണ് മാറേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് നേരിട്ടോ അല്ലാതെയോ എല്ലാം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് ഈ കൗൺസിൽ വളരെ സമഗ്രമായി അത് പരിഗണിക്കുന്നതാണ്. അതിനനുസരിച്ചുള്ളൊരു ജനകീയ വികസനം, ജനങ്ങളുടെ കൂടി സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ജനകീയ വികസനമാണ് ഉദ്ദേശിക്കുന്നത്. ആരെയും മാറ്റി നിർത്താനല്ല, എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ളൊരു നഗരഭരണമാണ് ഈ കൗൺസിൽ ഉദ്ദേശിക്കുന്നത്. ആ നിലയിൽ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അത് രാഷ്ട്രീയത്തിനും മതത്തിനും അതുപോലെ തന്നെ മറ്റ് വിഭാഗീയ ചിന്തകൾക്കുമെല്ലാം അതീതമായി മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലേക്ക് നമ്മുടെ നാട് മുന്നേറാൻ എല്ലാ സഹായവും എല്ലാ വിഭാഗം ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നതാണ് എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്.